യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 29. ആ 28-29 വായിച്ചാട്ടെ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യില്ല, പിടിച്ചു പറിക്കുകയില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്റെ കയ്യിലിരിക്കുന്നു, പിന്നാരുടെ കയ്യിലിരിക്കുന്നു, പിതാവിന്റെ കയ്യിലിരിക്കുന്നു, പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. അതുപോലെ യെശയ്യാപ്രവചനം അതിന്റെ 49-ാം അധ്യായത്തിന്റെ 15-16 വായിച്ചാൽ. ഐസിയ 49:15-16. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും ഉള്ളംകൈയിൽ എന്ത് ചെയ്യുക? വരച്ചിരിക്കുക. ഇതൊക്കെ വിശ്വസിക്കുന്നോ നിങ്ങൾ? പിന്നെ എവിടുന്നാ ഈ വിടുതലിന്റെ ആവശ്യം? വിടുതൽ നമ്മൾ ചിന്തിക്കുന്നത് സാത്താന്റെ വായിലാണെന്നാ നാം ആയിരിക്കുന്നത്. കർത്താവ് എന്നെ വിടുവിക്കണത്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. കർത്താവിന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. എന്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വരച്ചിരിക്കുന്നു. ഇനി മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-28 വായിച്ച 28 മുതൽ 30 വരെ വായിച്ചാട്ട്. മത്തായി 10-28 മുതൽ 30. മാത്യു 10:28-30. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവന് തന്നെ ഭയപ്പെടുവിൻ. കാശ് 2 കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികളിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരും മതി. നിങ്ങളുടെ തലയിലെ രോമം മുഴുവൻ, തലയിലെ തലമുടി മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇത് വിശ്വസിക്കുന്നുണ്ടോ? അത് അലങ്കാരത്തിന് പറഞ്ഞിരിക്കുകയാണോ? വലിയവനായ ദൈവത്തിനെല്ലാം നമ്മുടെ തലയിലെ തലമുടിയുടെ എണ്ണം അറിയാമോ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അലങ്കാര ഭാഷയിൽ പറഞ്ഞിരിക്കുക. ഇത്ര വലിയ ദൈവത്തിന് നമുക്ക് തന്നെ അറിയത്തില്ല തലയിൽ എത്ര തലമുടിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എത്രായിരം ജനങ്ങളാണ് ഈ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ മുഖമല്ലയോ ദൈവം കൊടുക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെങ്കിലും ഇരട്ട പിറന്നവരുടെ മുഖത്ത് നോക്കിയാലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്ക് ഐഡന്റിഫിക്കേഷൻ സെപ്പറേറ്റ്. നിങ്ങൾ ഓർത്ത് നോക്കിയാട്ട്. അതൊന്നില്ലായിരുന്നെങ്കിൽ തമ്മിൽ പരിചയപ്പെടാൻ എന്ത് വ്യത്യാസം വരുമായിരുന്നു, എന്ത് പ്രയാസം വരുമായിരുന്നു. ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ സൃഷ്ടിയുടെ കാര്യം ഓർത്ത് അതിശയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഈ തലയിലെ രോമം വലുതാകുന്നു, ഈ പുരിയത്തെ രോമം കൂടെ അതുപോലെ വലുതാകുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ മീശ കൂടെ വലുതാകുന്നുണ്ട്, അല്ലേ? ഈ പുരിയത്തെ രോഗം കൂടെ വലുതാണെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ പൊക്കിയിട്ട് വേണം സംസാരിക്കാൻ. നമ്മുടെ മുഖത്തെ രോമം, ദാടി വലുതാകുന്നു. ഇത് അല്പം വലുതാകും, എന്നാൽ അതിനധികം എന്താകുന്നില്ല, വലുതാകുന്നില്ല. നമ്മളെ എത്ര അത്ഭുതകരമായ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ അത്ഭുതകരമായി സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ തലയിലെ രോമ അറിയാൻ ഒരു ഇത്ര കോടി നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങളൊക്കെ കൂടുതലില്ലല്ലോ നമ്മുടെ തലയിലെ തലമുടി. പ്രിയമുള്ളവരെ, നമ്മൾക്ക് വരുന്ന ചെറിയതും വലുതും ആയ സകല കാര്യങ്ങളും വലിയവനായ ദൈവം നല്ലവണ്ണം അറിയുന്നു. നാം ആ കാര്യങ്ങൾ മനസ്സിലാക്കി, ദൈവമേ, നീ എന്തുകൊണ്ട്
ഇതെന്നിൽ എനിക്ക് സംഭവിപ്പാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. നമുക്കുണ്ടാകുന്ന സകല സംഭവങ്ങളും, ദൈവമക്കൾക്കുണ്ടാകുന്ന സകല സംഭവങ്ങളും നമ്മളെ അവൻ്റെ കൂടെ ഏക ശരീരസ്ഥരാകുവാനായി ഒരുക്കുന്നതാണ്. ഇനിയും